ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. വേറെ ഒന്നുമല്ല കേട്ടോ, ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുന്ന വീഡിയോ ആണ്. മറ്റെവിടേക്കുമല്ല നമ്മൾ പോകുന്നത്, കരുനാഗപ്പള്ളി പള്ളിയിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ കരുനാഗപ്പള്ളി പള്ളിയിലേക്കുള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡും മക്കൾസും കൂടിയാണ് പോകുന്നത്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് മക്കൾസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ അസുഖം നമ്മളെ കാണിച്ചു തരികയാണ്. കാരണം വേറൊന്നുമല്ല കേട്ടോ, അവൻ്റെ ഇത്തിയെയും അവനെയും പ്രസവിച്ച ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാൽ അവൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൻ എന്തൊക്കെയോ. പിന്നെ നമ്മൾ കരുനാഗപ്പള്ളി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ആദ്യം വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നേർച്ച കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അത് വാങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായ നേർച്ച എന്ന് പറയുന്നത് പായസം വെച്ച് കൊടുക്കലാണ്. അത് മിക്കവാറും നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കിട്ടാറുള്ളതാണ്. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചതിന് ശേഷം അസുഖമാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടി നടന്ന് കളിക്കുകയായിരുന്നു. നമ്മൾ പള്ളിയുടെ അകത്തുള്ള വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ കരുനാഗപ്പള്ളി പള്ളിയെ പറ്റി എല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ. നമ്മളെ താജ്മഹലിൻ്റെ രൂപസാദൃശ്യമുള്ള വളരെ മനോഹരമായ ഒരു പള്ളിയാണ് കരുനാഗപ്പള്ളി പള്ളി. പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞാൽ ഈ പള്ളി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾസ് രണ്ടാളും ഓടി നടന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ മക്കൾസ് രണ്ടാളും കൂടി നിന്ന് കളിച്ച് സമയം പോയതറിഞ്ഞില്ല. ഇപ്പോൾ നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും കല്ല് വാരി എറിഞ്ഞ് കളിക്കുകയായിരുന്നു. അസുഖമാണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് മാറുന്നതേ ഇല്ലായിരുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു പള്ളിയൊക്കെ കാണാൻ. അങ്ങനെ മക്കൾസ് ഓടി നടന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ സമയത്ത് കളിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കൂടെ വന്ന് നമ്മളെല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്തു. പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അസുഖൻ്റെ കണ്ണിലാണെങ്കിൽ ആദ്യം കണ്ടത് ബലൂണുമായി നിൽക്കുന്ന ആ ചേട്ടനെയാണ്. അങ്ങനെ ആ ചേട്ടനെ കണ്ടതും ബലൂൺ വേണമെന്നും പറഞ്ഞ് അസുഖം ഭയങ്കര നിർബന്ധമായി. അങ്ങനെ ഒരുവിധം നമ്മൾ അസുഖൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളപ്പോൾ അത് വാങ്ങിക്കൊടുക്കാത്ത കാരണം വേറൊന്നുമല്ല കേട്ടോ, നൈട്രജൻ ബലൂണല്ലേ. അപ്പോൾ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഒരു ബേക്കറിയിൽ കയറി വല്ല ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ മക്കൾ രണ്ടാളും നല്ല ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്.
അങ്ങനെ ഞങ്ങൾ 3 ഫ്രഷ് ലൈമായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ 3 ലൈം ഞങ്ങൾ 4 പേരും കൂടെ കുടിച്ചു. 2 പപ്സും ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫ്രഷ് ലൈമും പപ്സും ഒക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ സൺഡേ ആയതുകൊണ്ട് വാപ്പ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.